അപ്പോൾ ബേത്ലഹേമിൽ ദൈവിക സന്ദർശനമുണ്ടായി, ക്ഷാമം മാറി. ഈ വിവരം അവിടെ കേട്ടു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ വേദപുസ്തകത്തിൽ ഉടനീളം ഒത്തിരിയുണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ ദൈവം സന്ദർശിച്ചിട്ട് വന്ന മാറ്റങ്ങൾ. സ്തോത്രം. യോസെഫ് മരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നിങ്ങളെ സന്ദർശിക്കും. സ്തോത്രം. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഉടമ്പടി ചെയ്തതിന് പ്രകാരം ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം നിൻ്റെ മേലുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു തരാൻ ഈ ദൈവം സന്ദർശിക്കുന്ന ദൈവമാണ്. അതാണ് സ്തോത്രം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട മോശ യോസേഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ടുപോകുന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും, ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. ഒന്ന് ആലോചിച്ച് നോക്കിയ ദൈവം ഇതിലെ വാഗ്ദത്തം കയ്യിലുള്ളവൻ പന്നോട്ട് പറഞ്ഞോണം. സ്തോത്രം. ഈ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ദൈവം സന്ദർശിക്കും നിശ്ചയം. ഹല്ലേലൂയ. ദൈവം സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ഈ ജനത്തിനൊരു പുറപ്പാടുണ്ട്. ദൈവം സന്ദർശിച്ച് പുറപ്പെടുവിക്കും. കാരണം അബ്രഹാമിനോട് 400 സംവത്സരം സ്തോത്രം നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് സ്തോത്രം അടിമകളായിരിക്കും, എന്നാൽ അതിനുശേഷം ഞാൻ നിന്നെ പുറപ്പെടുവിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു വാഗ്ദത്തം അവിടെയുണ്ട്. സ്തോത്രം. ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ സന്ദർശിക്കുന്ന ദൈവമാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൻ്റെ സന്ദർശന കാലം അറിയാതെ പോകരുത്. ഹല്ലേലൂയ. അറിയാതെ പോയാൽ സമാധാനത്തിന് കേടുവരും. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴും അത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നീ നിൻ്റെ സന്ദർശനകാലം അറിയായിക കൊണ്ട് ശത്രു നിനക്ക് ചുറ്റും വാട കോരി നിന്നെയും നിൻ്റെ സന്തതിയെയും തള്ളിയിടാനിരിക്കുമ്പോൾ സന്ദർശനകാലം തിരിച്ചറിഞ്ഞോണം. സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, സമാധാനത്തിന് കേടുവരാതെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്.